നമുക്ക് തന്നേക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടു വിൽ പ്രൊവൈഡ് മോർ വോളിയം എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ ഒരു ക്യൂബോയിഡിനെ കുറിച്ചാണ് പറയുന്നത്, രണ്ടാമത്തെ ഒരു ക്യൂബിനെ കുറിച്ചാണ് പറയുന്നത്. ക്യൂബിന്റെ എഡ്ജസ് 7 സെന്റിമീറ്ററും നമ്മുടെ ക്യൂബോയിഡിന്റെ സൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് വോളിയം കണ്ടുപിടിക്കുന്ന ഒരു ക്യൂബോയിഡിന്റെ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ്, ആൻഡ് എങ്ങനെയാണ് ഒരു ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കുന്നത്? എ ക്യൂബ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 7 ഇൻറ്റു 8 എന്ന് വരും. ആൻഡ് നമ്മുടെ എ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് 7ന്റെ ക്യൂബ് എന്ന് വരും. സോ 7ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 343 ആണ്. ആൻഡ് നമ്മുടെ എൽ ബി എച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു 6 ഇൻറ്റു 7 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാം. സോ 6 ഇൻറ്റു 7 നമുക്ക് 7 6 42 എന്ന് വരും. സോ 42 ഇൻറ്റു 8. സോ 42 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 8 16ഉം 4 ഇൻറ്റു 8 32 ആൻഡ് ദെൻ 33. സോ 336 എന്ന് നമുക്ക് അതിന്റെ വാല്യൂ വരും. ഇനി നമുക്ക് ഓപ്ഷനിൽ എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത് നോക്കാം. അപ്പോൾ ഓപ്ഷനിൽ നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് തന്നെ ഇതിൽ ഏതാണ് ഏറ്റവും വലിയ വോളിയം വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലിയർ ആണ് ഏതിന്റെ വോളിയം ആണ് കൂടുതൽ, ക്യൂബിന്റെ വോളിയം ആണ് കൂടുതൽ, ഹയർ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും ഈ വാല്യൂ ഗ്രേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസിലേക്ക് പോവാം. ക്യൂബ് വിൽ ഹാവ് മോർ വോളിയം, അത് ശരിയാണ്, ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. ബോത്ത് വിൽ ഹാവ് ഈക്വൽ വോളിയം, ഓക്കെ, അത് തെറ്റാണ്. വോളിയം എച്ച്, അത് തെറ്റാണ്. ക്യൂബോയിഡ് വിൽ ഹാവ് മോർ വോളിയം അല്ല, നമ്മളിപ്പം കണ്ടതേ ഉള്ളൂ. ക്യാൻ നോട്ട് ബി ഡിറ്റർമൈൻ, നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. സോ അതും തെറ്റാണ്. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ ചെയ്ത് വരും ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ചോദിക്കുന്നത് വിട്ട് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. സോ വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു, വലിയ ഡിഫിക്കൽട്ട് അല്ലായിരുന്നു.